നമ്മുടെ ഇഞ്ചികളിലെ രാജാവെന്നറിയപ്പെടുന്ന നമ്മുടെ ചുവന്ന ഇഞ്ചി. ഇതിനെ നമുക്ക് ഇഞ്ചികളിലെ ഒരു പുതിയൊരു അവതാരം എന്ന് വേണേൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്രയ്ക്ക് സൂപ്പർ ഒരു ഇഞ്ചിയാണിത് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും നട്ട് വളർത്തേണ്ട ഒരു സംഭവമാണിത്. ഇതെനിക്ക് അച്ഛനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ പോട്ടിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോഴാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് 2 ഗ്രോ ബാഗിൽ ഈ ചുവന്നിഞ്ചി നിൽപ്പുണ്ട്. അതുകൂടാണ്ട് കുറച്ചുകൂടെ ആയിക്കട്ടെ എന്ന് കരുതി വാങ്ങിച്ചതാണിത്. അപ്പം ഞാനിന്ന് ഇതിനെപ്പറ്റി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണേ. ഇത് ശരിക്കും വിളവെടുക്കാറായ സംഭവമല്ല. ഞാനിത് തൈകൾ അടർത്തി മാറ്റാൻ വേണ്ടി പോട്ടിൽ നിന്ന് മാറ്റിയതാണ് കേട്ടോ. ഇത് ശരിക്കും സാധാരണ ഇഞ്ചിയെ കഴിഞ്ഞൊരു 4 ഇരട്ടിയോളം വിളവ് ലഭിക്കേണ്ട സംഭവമാണ്. നമ്മളിപ്പോൾ നേരത്തെ പറിച്ചുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ നമ്മളിതിൻ്റെ